മക്കളെ, കീമിൽ ഫാർമസിയുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ മെൻഷൻ ചെയ്തു. കീം 2026 ബി ഫാമിൻ്റെ അഥവാ ഫാർമസി കോഴ്സുകളുടെ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇത് ആദ്യത്തെ റൗണ്ടാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് c.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറുക, കുട്ടിയുടെ കാൻഡിഡേറ്റ് പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള സമയം ജൂലൈ 31 വൈകിട്ട് 4 മണി വരെയാണ്. ജൂലൈ 31 വൈകിട്ട് 4 മണി വരെ. ഇനി ഓഗസ്റ്റ് 1 പ്രൊവിഷണൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. ഓഗസ്റ്റ് 2 ഫൈനൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. ഓഗസ്റ്റ് 3 തുടങ്ങി 5 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഫീ പേ ചെയ്യാനും കോളേജിൽ ജോയിൻ ചെയ്യാനുമുള്ള സമയമാണ്. ഇതിന്റെ ഡീറ്റെയിൽ, അതായത് ജോയിൻ ചെയ്യാൻ നിങ്ങൾ കോളേജിൽ പോവേണ്ടതുണ്ടോ, ഇനി അതല്ല ഓൺലൈൻ ഫീ പേയ്മെന്റ് ചെയ്താൽ മതിയോ എന്നുള്ള ഡീറ്റെയിൽ റിസൾട്ട് വരുമ്പോഴേ അറിയൂ. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഫീ, ഈ ഫീ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ഫീ ആണ്. ഇത് നിങ്ങൾ 2000 രൂപ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കണം. SC കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്, OEC കാൻഡിഡേറ്റ് ഒക്കെ 500 രൂപ അടച്ചാൽ മതി. ബാക്കിയുള്ളവർ 2000 രൂപ അടയ്ക്കണം. ഇതിപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗിന് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഫാർമസിക്ക് ചെയ്യുമ്പോൾ ഇത് അടയ്ക്കേണ്ടി വരും. ഓക്കെ. ഇനി നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം, ഈ പൈസ മുഴുവനായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആയി വന്നോളും. ഇനി നിങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ ഈ തുക നിങ്ങളുടെ ഫീസിലേക്ക് മാറ്റും. ഈ 2 ഓപ്ഷനും. സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫീസിലേക്ക് മാറ്റിക്കോളും, സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ റീഫണ്ട് ആയിക്കോളും. അതുകൊണ്ട് പൈസ നഷ്ടപ്പെടില്ല. റൈറ്റ്. അതേപോലെ ഈ ബി ഫാമിന്റെ കോഴ്സ് ഫീ ആണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 1 വർഷത്തേക്ക് 17,370 രൂപയാണ്. എന്നാൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 1,14,262 രൂപ ട്യൂഷൻ ഫീയും സ്പെഷ്യൽ ഫീ 43,848. ഇതാണ് നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അടയ്ക്കേണ്ട ഫീ, നിലവിലെ ഫീ. ഇതിലെ റെഗുലേഷൻ വരാം. ഇപ്പം നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ് തുക. റെഗുലേഷൻ വന്ന് ഫീസ് അപ്ഗ്രേഡ് ആയാൽ ബാക്കി നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഞാൻ ആദ്യം പറഞ്ഞു ഫസ്റ്റ് റൗണ്ടാണ്. ഇത് ആദ്യത്തെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കൊടുക്കാം, എത്ര ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ അടുത്ത റൗണ്ടിൽ, ഈ റൗണ്ട് കഴിഞ്ഞ് 2ാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻ കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആദ്യത്തെ റൗണ്ടിനും 2ാമത്തെ റൗണ്ടിനും ചേർത്ത് ഒറ്റ ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. അത് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഈ ഓപ്ഷൻ തന്നെയാണ് അടുത്ത റൗണ്ടിലും പരിഗണിക്കുക. നിങ്ങൾക്ക് ആകെ ചെയ്യാവുന്നത് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാം. അതല്ലാതെ പുതിയതായിട്ട് നിങ്ങൾക്ക് ഈ കോളേജുകൾ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് മാത്രമേ ഓപ്റ്റ് ചെയ്യാവൂ? റിക്വയർഡ് കോളേജ് മാത്രം. നിങ്ങൾക്ക് കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ള കോളേജ് കൊടുക്കാവൂ. സപ്പോസ് നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ കുറേ കോളേജ് കൊടുത്തു, അതിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടി, നിങ്ങൾ അത് എടുക്കുന്നില്ല, അത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ നിങ്ങളുടെ ഫസ്റ്റ് റൗണ്ടും പോയി, സെക്കൻഡ് റൗണ്ടിൽ നിങ്ങളെ പരിഗണിക്കില്ല. അതുകൊണ്ട് കിട്ടിയാൽ പോകുമെന്നുള്ള കോളേജ് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. അടുത്ത റൗണ്ടിൽ അപ്ഗ്രേഡ് ആവാം, സീറ്റ് ഉണ്ടെങ്കിൽ അപ്ഗ്രേഡ് ആവാം. ഇനി ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ ആദ്യത്തെ റൗണ്ടിലെ സീറ്റും പോവും, 2ാമത്തെ റൗണ്ടിൽ പരിഗണിക്കുകയില്ല. അതുകൊണ്ട് പോകുമെന്ന് ഉറപ്പുള്ള കോളേജേ കൊടുക്കാവൂ. അതേപോലെ ടോട്ടൽ കോളേജസ് നോക്കിയാൽ 5 ഗവൺമെന്റ് കോളേജും 57 പ്രൈവറ്റ് കോളേജുമാണ്. 5 ഗവൺമെന്റ് കോളേജ് ആലപ്പുഴ കോളേജ്, കോഴിക്കോട്, കോട്ടയം, തിരുവനന്തപുരം, കണ്ണൂർ. ഇങ്ങനെ 5 ഗവൺമെന്റ് കോളേജും 57 പ്രൈവറ്റ് കോളേജിലേക്കുമാണ് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ. അപ്പോൾ ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു. ഇത്രയുമാണ് അവിടെയുള്ള, അല്ലെങ്കിൽ അതുമായിട്ട് ആ നോട്ടിഫിക്കേഷനിലെ മെയിൻ കാര്യങ്ങൾ. അപ്പോൾ ഞാനൊന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റ് അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ഡേറ്റ് നിങ്ങൾ മറക്കണ്ട, 31 ഓപ്ഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 31 വൈകിട്ട് 4 മണി വരെയാണ്. ഇനി അപ്ഡേറ്റുകൾ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.